കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് സുരാജ് വെഞ്ഞാറമൂട് നായകനായി കഴിഞ്ഞ വർഷം വിഷു റിലീസായിട്ട് തിയേറ്ററിലെ ഏറ്റവും പുതിയ മലയാള ചിത്രമായ മധുരോത്സവം എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന മധുരോത്സവം എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മധുരോത്സവം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സുരാജ് വെഞ്ഞാറമൂടിനെ കേന്ദ്ര കഥാപാത്രമാക്കി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ എഴുതി സുധീഷ് ഗോപിനാഥ് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു മധുരോത്സവം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം തിയേറ്ററിൽ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനികൾ നോക്കുകയാണെങ്കിൽ സൈന മൂവീസും അജിത് വിനായക ഫിലിംസും ആണ്. അതുകൊണ്ട് തന്നെ സൈന പ്ലേ ആണ് ചിത്രത്തിന്റെ ഡിജിറ്റലൈസ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ അടുത്തായിരുന്നു ഉടൽ എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടായത്. ഏകദേശം 2 വർഷം അടുത്ത് കാത്തിരുന്നിട്ടാണ് ഉടൽ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തത്. അതുപോലെ ഇപ്പോഴത്തെ മധുരോത്സവം എന്ന് പറയുന്ന സിനിമ ഏകദേശം 1 വർഷത്തിന്, അതായത് ഏപ്രിലാകുമ്പോൾ 1 വർഷം ആകുകയാണ് റിലീസ് ചെയ്തിട്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്തായിട്ട് ചിത്രത്തിന്റെ OTT റിലീസ് ഏത് സമയത്തും ഇനി പ്രതീക്ഷിക്കാമെന്ന് പറയാൻ സാധിച്ചിരിക്കുന്നത്. കാരണം നിലവിൽ സൈന പ്ലേ ഒരു സിനിമയുടെ OTT അപ്ഡേറ്റ്സുകളൊന്നും തന്നെ പുറത്തുവിടാത്ത സാഹചര്യത്തിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഇതുവരെ അവർ ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ പറഞ്ഞിട്ട് എന്നൊക്കെയാണ് നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ മധുരോത്സവം എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ എത്രയാണ് മധുരോത്സവം എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.